അപ്പോൾ ഇന്ന് ഉത്രാടാണ്, ഉത്രാടപ്പാച്ചിലാണ് കേട്ടോ. അപ്പോൾ ഉത്രാടപ്പാച്ചിലിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. കുറച്ച് ഷോപ്പിങ്ങും പിന്നെ വീട്ടിൽ കിടക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. നല്ല തിരക്കാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നാളെ തിരുവോണത്തിന് പൂക്കൾ ഇടണമല്ലോ, അപ്പോൾ അതിനുള്ള പൂക്കളും പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെയൊരു സ്ഥലം കണ്ടേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നോക്കിക്ക്, നല്ല കൈവിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ അറ്റം വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ അറ്റത്തിനോട് ഇങ്ങനെ അറ്റം വരെ ഉണ്ട്. ഒരു തടാകമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്പേസ് കേട്ടോ. നമുക്ക് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇച്ചിരി വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയങ്ങളാണെങ്കിൽ പോലും നമുക്കിതിലേക്ക് വന്നു നടന്ന് കഴിയുമ്പോൾ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതുവരെയൊക്കെ ഇവിടെ വന്നിട്ടില്ല. നോക്കിക്കേ, നല്ലൊരു പച്ചപ്പും പരിതാപവും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം രാവിലെ തുടങ്ങി ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഒരു ഇച്ചിരി വെയിലുള്ള സമയമാണ് കേട്ടോ. ഈ നേരം വരെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ തെളിവാണ്. നല്ലൊരു സമയം നോക്കി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഈ വെയിലൊക്കെ ഉള്ള മഴ തോർന്നൊരു സമയം നോക്കി ഇറങ്ങിയതാണ്. എന്തായാലും നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടിയിട്ടുണ്ട് യാത്രയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെയിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വരാൻ തോന്നിയത്. അപ്പോഴേ ഞാനേ എൻ്റെ വീട്ടിലുള്ള കുറച്ച് പൂക്കൾ ഇട്ടാ, കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഒരു പൂക്കൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ പറിച്ചിട്ട് നമ്മളൊരു പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ പൂക്കളാണ് നമ്മൾ ഇട്ടേക്കണത്. എല്ലാ വർഷത്തെയും പോലെ നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിൻ്റെ വലിയ ആഘോഷമില്ല. കാരണം എല്ലാ പ്രാവശ്യം എൻ്റെ മോള് കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് അവൾ എൻ്റെ കൂടെ ഇല്ലാത്ത ഒരു തിരുവോണം. അപ്പം ഞാനും അവനും മാത്രമേ ഉള്ളൂ. അപ്പം ഓണം ഒന്ന് ചുരുങ്ങിപ്പോയിട്ടാ. അപ്പം അതുകൊണ്ട് ചെറിയ ഒരു പൂക്കളം ഉണ്ടാക്കി. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തിരുവോണ ആശംസകൾ.